നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. പരീശന്മാർ അവനോട്, നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു. നിങ്ങളോ ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. കർത്താവായ യേശുക്രിസ്തു പരീശന്മാരും ശാസ്ത്രിമാരും പിടിച്ചുകൊണ്ടുവന്ന ഒരു വേശ്യാസ്ത്രീക്ക് ഒറ്റ നിമിഷം കൊണ്ട് പാപമോചനം നൽകുകയാണ്. യേശുവിനെ കൊടുക്കാൻ വേണ്ടിയാണ് അവർ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നത്. കാരണം അവളെ കല്ലെറിയരുത് എന്ന് പറഞ്ഞാൽ യേശു ന്യായപ്രമാണ ലംഘിയായി മാറും. കല്ലെറിയണം എന്ന് പറഞ്ഞാൽ യേശു സ്നേഹമില്ലാത്തവനായിട്ട് മാറും. എന്നാൽ യേശു പറഞ്ഞത് പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയുക. മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി അവര് ഓരോരുത്തരായി സ്ഥലം വിട്ടു. വ്യഭിചാരം ചെയ്യാത്തവർ കല്ലെറിയുക എന്നല്ല പറഞ്ഞത്, പാപം ചെയ്യാത്തവൻ. ശരിയാണ്, വ്യഭിചാരം ചെയ്യാത്തവൻ മോഷ്ടിക്കുന്നവനാണ്, മോഷ്ടിക്കാത്തവൻ മദ്യപിക്കുന്നവനാണ്, മദ്യപിക്കാത്തവൻ മാതാപിതാക്കളെ അനുസരിക്കാത്തവനാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റ് ഇല്ലാത്ത ആരുമില്ല. അതുകൊണ്ട് അവര് യേശുവിൻ്റെ അടുക്കൽ നിന്ന് പോവുകയാണ്. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. യേശു പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്താ എൻ്റെ അർത്ഥം? ലോകത്തിലുള്ള ഏത് തരത്തിൽപ്പെട്ട ആളിനും വെളിച്ചം നൽകാൻ, ആത്മീയ വെളിച്ചം നൽകാൻ എനിക്ക് സാധിക്കും. അന്ധകാരത്തെ സ്നേഹിച്ച് രാത്രിയിലാണല്ലോ മദ്യപിക്കുന്നവർ അല്ലെങ്കിൽ മറ്റു പാപമൊക്കെ ചെയ്യുന്നവർ രാത്രിയിലാണല്ലോ അത് ചെയ്യുന്നത്. അത് ഇരുട്ടിൻ്റെ പ്രവൃത്തിയാണല്ലോ. പിശാചിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതിയായ പിശാചിൻ്റെ പ്രവൃത്തികളാണല്ലോ പാപമൊക്കെ. അപ്പോൾ അതൊക്കെ കൂടുതൽ രാത്രിയിലാണ് ആളുകൾ ചെയ്യുന്നത്. ഇത് രാത്രിയിലാണ് ഈ യേശാസ്ത്രീയെ പിടിച്ചത്. വെളുപ്പിനെയാണ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. യേശു അയിത്തിനെ സ്നേഹിച്ച് ജീവിച്ച സ്ത്രീയെ വെളിച്ചം ഉള്ളവളാക്കി, വെളിച്ചത്തെ സ്നേഹിക്കുന്നയാളാക്കി ഒറ്റ നിമിഷം കൊണ്ട് മാറ്റി, അല്ലെങ്കിൽ വെളിച്ചമുള്ളവളാക്കി മാറ്റി. യേശു പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഏത് അധമനെയും ഏത് തരത്തിൽപ്പെട്ട ആളെയും എനിക്ക് രൂപാന്തരപ്പെടുത്താൻ, വെളിച്ചമുള്ളവനാക്കി മാറ്റാൻ, നല്ല പൗരനാക്കി മാറ്റാൻ എനിക്ക് സാധിക്കും. അതായത് അഴുക്ക് ചാലുകളിൽ അന്ധകാരത്തിൽ നടക്കുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ, മാന്യന്മാരാക്കാൻ എനിക്ക് സാധിക്കും. അതാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഉള്ള ക്രൈസ്തവ സഭാ ചരിത്രം. കാരണം കൊള്ളരുതാത്ത ആളുകളെ യേശു സ്നേഹിച്ച് നല്ലവരാക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് നരഭോജികളെപ്പോലും നരസ്നേഹികളാക്കി മാറ്റാൻ യേശുവിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് വലിയ കവർച്ചക്കാരെ, കൊള്ളക്കാരെ ഒക്കെ നല്ലവരാക്കാൻ യേശുവിന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ യേശു പറയുന്ന ഒരു കാര്യം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ലോകത്തിൽ ഏത് രാജ്യത്തുമുള്ള ഏത് തരത്തിലുമുള്ള പാപികളെ നല്ലവരാക്കാൻ എനിക്ക് സാധിക്കും എന്നാണ് യേശു ഇവിടെ പറയുന്നത്. പക്ഷേ അത് തുടർന്ന് യേശു ഒരു കാര്യം പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകളുടെ ഉള്ളിലെ പാപം മാറുന്നു. അവർ മേലാൽ പാപത്തെ സ്നേഹിക്കാതെ
ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ഭയപ്പെട്ട് സമൂഹത്തിൽ കൊള്ളാവുന്നവരായി മാറുന്നു എന്ന് മാത്രമല്ല, പിന്നെ അവർ ജീവന്റെ വെളിച്ചമുള്ളവരായി മാറുന്നു. വെളിച്ചമുള്ളവർ വഴികാട്ടികളാണ്, മറ്റുള്ള ആളുകൾക്ക് പാത കാണിച്ചു കൊടുക്കുന്നവരാണ്. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതായത് ആളുകൾക്ക് പാപമോചനം ഉണ്ടാകണം, നല്ലൊരു ജീവിതം ഉണ്ടാകണം എന്ന് മാത്രമല്ല, നല്ലൊരു ആത്മീയ ജീവിതവും നല്ലൊരു ധാർമ്മിക ജീവിതവും ഉണ്ടായി സമൂഹത്തിലെ നല്ല പൗരന്മാരായിട്ട് അവർ മാറണമെന്ന് മാത്രമല്ല, അവർ മറ്റുള്ളവർക്ക് വഴികാട്ടികളായി തീരണം. ആ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിക്കുകയാണ്. അതിനുള്ള ശക്തിയും കൃപയും നമുക്ക് കർത്താവ് നൽകുകയാണ്. നമുക്കറിയാം, യേശുവിൻ്റെ അപ്പോസ്തലന്മാർ അവരുടെ ഉപജീവനം മാത്രം ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ചിലർ പണത്തെ മാത്രം സ്നേഹിച്ച് ജീവിച്ചവരായിരുന്നു. അവർ ചിലർ മീൻപിടുത്തക്കാരായിരുന്നു, ചിലർ ചുങ്കക്കാരായിരുന്നു. എന്നാൽ അവർ സമൂഹത്തിലെ പ്രയോജനമുള്ള ആളുകളായിട്ട് മാറി. അനേക മദ്യപന്മാരെ അല്ലെങ്കിൽ കൊലപാതകരെ, കൊള്ളരുതാത്ത ആളുകളെ ദൈവമുള്ളവരാക്കി അവർ മാറ്റി. അതാണ് എല്ലാ കാലത്തുമുള്ള ക്രിസ്തു ശിഷ്യന്മാരെ കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരുപാട് മതഗുരുക്കന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ നല്ലത് നോക്കണം, നല്ലത് കാണണം, നല്ലത് പറയണം, നല്ലത് ചിന്തിക്കണം, നല്ല രീതിയിൽ പെരുമാറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോഹിക്കരുത്, അല്ലെങ്കിൽ ചീത്ത പറയരുത്, അങ്ങനെയുള്ള അപ്പനെ അമ്മയൊക്കെ ബഹുമാനിക്കണം, അയൽക്കാരെയൊക്കെ സ്നേഹിക്കണം, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ ഉപദേശം പറഞ്ഞു എന്നുള്ളതല്ലാതെ അത് പ്രാവർത്തികമാക്കാനുള്ള ശക്തി നൽകാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, അവർ ഉപദേശം പറഞ്ഞിട്ട് മരിച്ചുപോയി, അവരിവിടെ ഇല്ല. എന്നാൽ യേശു ഈ ഉപദേശം പറയുക മാത്രമല്ല, യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് അദൃശ്യനായി ജീവിക്കുക. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സഹായിയായി കൈക്കൊള്ളുന്ന ആളുകൾ അവർ ദൈവത്തിന് കൊള്ളാവുന്നവരായി, സമൂഹത്തിന് കൊള്ളാവുന്നവരായി മാറാനുള്ള ശക്തി യേശു അനുദിനം അവർക്ക് നൽകുകയാണ്. യേശു അവരോട് കൂടെ വസിക്കുകയാണ്. ഇതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ മാത്രം പ്രത്യേകത. മറ്റെല്ലാ മതപദ്ധതികളും അല്ലെങ്കിൽ മതഗുരുക്കന്മാരുടെ ഉപദേശങ്ങളും കേവലം കുറേ അക്ഷരങ്ങൾ മാത്രമാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മാർഗം എന്ന് പറയുന്നത് യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ സഹായം അനുഭവിച്ചറിയാൻ കൂടെ കഴിയുന്നതാണ്. അതാണ് യേശു പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവനായി മാറും. ആ വേശ്യാസ്ത്രീ അവള് മേലാൽ വ്യഭിചാരത്തിന് പോവുകയില്ലെന്ന് മാത്രമല്ല, അവള് ദൈവത്തിന് കൊള്ളാവുന്ന ഒരു മാതൃകാ ജീവിതം നയിക്കുകയും അത് അനേകർക്ക് ആവേശമായി വെല്ലുവിളിയായി തീരുകയും ചെയ്യും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.